മദ്യനയക്കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസത്തെ കസ്റ്റഡിയിൽ വിടണമെന്നാവശ്യപ്പെട്ട ഇഡി കേസിൽ കൃത്യമായ തെളിവുകളുണ്ടെന്നും കെജ്രിവാൾ മദ്യനയ അഴിമതിയുടെ കിങ് പിൻ എന്നും ഇഡി വിശദമായി ചോദ്യം ചെയ്യണം എന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ നിയമമില്ലെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ വാദം തുടരുന്നു. റോസ് അവന്യൂ കോടതിക്ക് മുന്നിൽ കനത്ത സുരക്ഷ. കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ബി ബാലഗോപാലും കെജ്രിവാളിന്റെ മറ്റു വിശദാംശങ്ങളുമായി അർജുൻ പീതാംബരനുമുണ്ട്. ആദ്യം അനൂപ് ദാസും കൂടുതൽ വിവരങ്ങൾ നൽകും. ആദ്യം ബാലുവിലേക്കാണ്. ബാലു, കോടതിയിൽ വലിയ രീതിയിലുള്ള കടുത്ത വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെതിരെ തെളിവുണ്ടെന്നുൾപ്പെടെയുള്ള രൂക്ഷമായിട്ടുള്ള കടുത്ത ഭാഷയിലുള്ള വാദങ്ങൾ ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇഡി ചൂണ്ടിക്കാണിക്കുന്നത്? നിലവിൽ വാദം എങ്ങനെ തുടരുന്നു? ഇഡിയുടെ റിജോയിൻഡർ അഥവാ ഈ വാദത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവാണ് ഈ ഇഡിക്ക് വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹം കെജ്രിവാളിനെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ വാദത്തിലേക്ക്, അതായത് അന്തിമമായി ഈ ഇഡിക്ക് പറയാനുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ വിശദീകരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്നത് ഈ കെജ്രിവാളിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്. അദ്ദേഹമാണ് ഈ മദ്യ നയ അഴിമതിയിലെ കിങ് പിൻ അഥവാ സൂത്രധാരൻ എന്നായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് പണം നൽകിയതിനുൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. 600 കോടിയിലധികം വരുന്ന രൂപയുടെ അഴിമതിയാണ് നടന്നത്. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഹവാല ഇടപാടുകൾ നടന്നിരുന്നു തുടങ്ങിയ ഒരു പിടി ആരോപണങ്ങളാണ് ഈ കെജ്രിവാളിനുമായി ബന്ധപ്പെട്ട ഇഡി കോടതിയിൽ നടത്തിയിരുന്നത്. ഇതിന് മറുപടിയായി കെജ്രിവാളിൻ്റെ വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയും ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചിരുന്നു. അറസ്റ്റ് അനിവാര്യമല്ല, അതുപോലെ തന്നെ ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൽ ഒരു അപ്രൂവർ അഥവാ ഒരു മാപ്പുസാക്ഷിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ കേസ് ഇഡി ശക്തമാക്കുന്നത് തുടങ്ങിയ വാദങ്ങളൊക്കെയായിരുന്നു അഭിഷേക് മനു സിംഗ്വി കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതിനുശേഷമുള്ള ഒരു മറുപടി വാദമാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ കേസ് ഒരുപക്ഷെ ജഡ്ജി അതിനുശേഷം വിധി പറയാനായി മാറ്റുന്നതായിരിക്കും. ഇന്ന് തന്നെ ഈ കേസിൽ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാവും. കാരണം ഈ 10 ദിവസത്തെ കസ്റ്റഡി ആവശ്യമാണ് ഇപ്പോൾ ഇഡി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചൊരു തീരുമാനം ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. ഏതായാലും ഇപ്പോൾ ഈ വാദത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. കോടതിയിൽ വാദത്തിന് അവസാന ഘട്ടത്തിലേക്കുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ എന്താണ് ഉത്തരവ്, എന്താണ് ഇപ്പോൾ കോടതിയുടെ സ്വീകരിക്കാൻ പോകുന്ന തീരുമാനം, ഇതിനെപ്പറ്റി അല്പസമയത്തിനകം തന്നെ നമുക്കൊരു വ്യക്തത ഉണ്ടാകും. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, വലിയ പ്രതിഷേധം, രാജ്യമെമ്പാടും വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഒന്നാകെ ഒന്നിക്കുന്നു. നമ്മൾ ആം ആദ്മി പാർട്ടി എംപിമാരെ, മന്ത്രിമാരെ വരെ നമ്മൾ കണ്ടു ഏത് തരത്തിലാണ് അറസ്റ്റ് ചെയ്തത്. ബലം പ്രയോഗിച്ച് അവരെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഏത് തലത്തിലേക്ക് ആം ആദ്മിയുടെ പ്രതിഷേധം എത്തുന്നു? എന്താണ് പാർട്ടി നിലപാട്? ഏത് തരത്തിൽ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ നിലവിലുള്ള നിലപാടുകൾ ഉള്ളത്. പ്രത്യേകിച്ചും അതിഷി ഉൾപ്പെടെയുള്ള മന്ത്രികൾ ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. അതായത് പോലീസ് ഈ പ്രതിഷേധം നടത്തിയതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇവരെ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. അതിൽ അതിഷി ഉൾപ്പെടെയുള്ള ആം ആദ്മി മന്ത്രിമാർ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. മറ്റ് നേതാക്കൾ, പ്രതിപക്ഷ സഖ്യമായിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ നേതാക്കളെല്ലാം തന്നെയാണ് അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചുകൊണ്ട് ഈ കാര്യം, അതായത് സ്വതന്ത്ര രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ പോലും അപകടത്തിലാക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ, ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. നിലവിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു നിമിഷം വേണമെങ്കിൽ തൊട്ടടുത്ത നിമിഷങ്ങളിൽ നമ്മളൊരു ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു കസ്റ്റഡി അപേക്ഷയിൽ കൃത്യമായിട്ടും ഇഡി പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞത് വെറും സമൻസിന്റെ അടിസ്ഥാനത്തിലല്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. അതായത് ഈ ഏകദേശം 9 സമൻസുകൾ നൽകി ആ 9 സമൻസും തള്ളിയത് കൊണ്ടോ അന്വേഷണവുമായി സഹകരിക്കാത്തത് കൊണ്ടോ മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനുണ്ട്, ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ 10 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിൽ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. നേരത്തെ മനീഷ് സിസോദിയും ഇതേ കാര്യത്തിൽ തന്നെയാണ് കൂടുതൽ ചോദ്യം ചെയ്യണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇഡി കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. അഴിമതി പണം, അതായത് ചുരുങ്ങിയ ഒരു 100 കോടി രൂപയുടെ ഒരു അഴിമതിയല്ല, മറിച്ചൊരു ഹവാല
ഇടപാടാണ് നടന്നത്. അപ്പോൾ 45 കോടി രൂപ മാത്രമാണ് ഗോവയിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉപയോഗിച്ചത്. ബാക്കിയുള്ള പണം എങ്ങനെ വിനിയോഗിച്ചു, ആ പണം എവിടെ എന്നുള്ള തരത്തിൽ അഴിമതി പണം കണ്ടെത്തണം, അതിന്റെ ഉറവിടം അല്ലെങ്കിൽ അത് പോയ മാർഗം കണ്ടെത്തണം എന്നുള്ള കാര്യമാണ് ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ മറ്റുള്ള പ്രതികൾ ഒപ്പം ഇരുത്തി കൂടി വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇ ഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ യാതൊരുവിധ തെളിവും ഹാജരാക്കാതെയാണ് എന്നുള്ളതാണല്ലോ കെജ്രിവാളിന്റെ അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതിനുള്ള മറുപടി എങ്ങനെയാണ്? പക്ഷേ യാതൊരു തെളിവും കൃത്യമായിട്ട് തെളിവ് ഹാജരാക്കാനില്ലാതെയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ഈ കോൾ റെക്കോർഡിങ്സ്, മെസ്സേജ്, ഈ ഇ ഡി എടുത്തെടുത്ത് പറയുന്ന വീഡിയോ കോൾ റെക്കോർഡിങ്സ്, പ്രത്യേകിച്ചും ഈ സൗത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്നവരുടെ ആ സിൻഡിക്കേറ്റിലെ നേതാക്കളും അല്ലെങ്കിൽ ആ കമ്പനി ഉടമകളുമായി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ സംഭാഷണങ്ങളുടെ തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് ഇ ഡി പറയുന്നത്. പക്ഷെ അത് ഹാജരാക്കിയിട്ടില്ല. ആ തെളിവുകൾ എവിടെ? തെളിവുകളില്ലാതെ തെളിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കസ്റ്റഡിയിൽ വേണം, കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ, കസ്റ്റഡിയിൽ വാങ്ങാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് നിലവിൽ അഭിഷേക് സിംഗ്വി ഉൾപ്പെടെയുള്ളവർ, മനു സിംഗ്വി ഉൾപ്പെടെയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ഉന്നയിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാതെയാണോ നിങ്ങൾ ഇത്തരത്തിൽ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പറയുന്നത്? മാത്രമല്ല ഈ കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതിയായിരുന്ന ഒരു വ്യക്തി പിന്നീട് അദ്ദേഹം മാപ്പ് സാക്ഷിയായി മാറുന്നു. ആ മാപ്പ് സാക്ഷിയായി മാറുന്നതിന് തൊട്ടു മുമ്പ് നടന്ന നിർണായക കാര്യമാണ് അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ആ പണം BJP ആണ് ആ 5 കോടി രൂപ പണമാക്കിയത് എന്നുള്ള കാര്യം. ശരത് റെഡ്ഡി അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് തെളിവുകൾ ഹാജരാക്കാൻ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല. തെളിവുകൾ കൊറോബറേറ്റഡ് ആയിട്ടുള്ള എവിഡൻസുകൾ ഹാജരാക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെടാൻ സാധിക്കും? ഇതൊരു സ്വേച്ഛാധിപത്യ രാജ്യമായി മാറുകയാണോ എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഇ ഡിക്ക് മുന്നിലും കോടതിക്ക് മുന്നിലും നടപടികളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ്, നീക്കങ്ങളാണ് ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടാകുന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ കെജ്രിവാളിന്റെ ഭാഗത്ത് നിന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുന്നത്.